ഹേ ഗായ്സ് വെൽക്കം ടു GJverse. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ കണ്ട പടം സാഹസമാണ്. ഒരുപാട് സാഹസങ്ങൾ കടന്നാണ് ഇന്ന് ഞാൻ ഈ സിനിമ കാണാനായിട്ട് പോയത്. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ മഴയുടെ ഒരു കോൾ വന്നു, റെയിൻകോട്ടും കാര്യങ്ങളും എടുത്തു, അങ്ങനെയൊക്കെ വണ്ടി പണി തന്നു, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. സോ എന്തായാലും ആ പ്രോബ്ലംസ് ഒക്കെ കടന്ന് നമ്മൾ തൃപ്പൂണിത്തുറ വരെ പോയി ഈ സിനിമ കണ്ടു. ന്യൂസ് സെൻട്രൽ ടാക്കീസിലാണ് കണ്ടിട്ടുള്ളത്. തിരക്കില്ലായിരുന്നു, വളരെ കുറച്ച് പേര്, കയ്യിൽ വിരലിലെണ്ണാവുന്ന 10 താഴെ പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ സിനിമയ്ക്ക്. ആദ്യത്തെ ഷോ ആണ്. സോ സാഹസം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴാണ് ഞാൻ ഈ സിനിമ കാണണം എന്ന് ഉറപ്പിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ട്രെയിലർ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. നരേൻ്റെ ഒരു ത്രൂ ഔട്ട് കോമഡി ക്യാരക്ടർ കാണാൻ പറ്റുന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്കും നരേന് വളരെ ചെറിയൊരു റോളിൽ ഒതുങ്ങി പോവുകയും ത്രൂ ഔട്ട് റംസാനും ഗ്യാങ്ങുമാണ് പ്രധാനമായിട്ടുള്ളത്. ശബരീഷ്, റംസാൻ തുടങ്ങിയ ഒരുപാട് ആക്ടേഴ്സിൻ്റെ ഒരു നിര തന്നെ, ഒരു യുവതാരങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ട്. നമ്മുടെ 96-ലെ ജാനുവിൻ്റെ ചെറുപ്പം അവതരിപ്പിച്ച കുട്ടി, അവരൊക്കെയുണ്ട്. സോ വളരെ ഒരു രസമായിട്ട് ഇങ്ങനെ ഒരു വൈബിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. വളരെ വലിയ ഒരു അധോലോക ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഈ സാധാരണ ടെക്കി ലോകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഈ ഇൻഫോ പാർക്കിലും മറ്റും ജോലി ചെയ്യുന്നവരുടെ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ഒരു അധോലോകവും ഈ ഒരു കൈൻഡ് ഓഫ് പീപ്പിളും തമ്മിൽ എങ്ങനെയാണ് ഒരു റിലേഷൻ ഉണ്ടാകുന്നത്, അത് പിന്നീട് എങ്ങനെ എവിടെ എത്തി നിൽക്കും, അതാണ് നമ്മുടെ ഈ ഒരു സിനിമ സാഹസം പറയുന്ന ഒരു മെയിനായിട്ടുള്ള പ്ലോട്ട്. സിനിമയിൽ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ വളരെ ഒരു കല്യാണ വീടും അവിടുത്തെ പരിപാടികളും എല്ലാം ഇങ്ങനെ കാണിക്കുന്നു. അവിടെ നമ്മുടെ ജീവ, മറ്റേ അറിയാലോ പരിപാടിയൊക്കെ ആങ്കർ ചെയ്യുന്ന ജീവ നമ്മുടെ ജാനുവിനെ, അതായത് കുഞ്ഞ് ജാനുവിനെ കല്യാണം കഴിക്കാനായിട്ട് വരുന്നു. അപ്പോൾ അതിന് തടസ്സമായിട്ടുള്ള ആളായിട്ട്, ആ കുഞ്ഞ് ജാനുവിൻ്റെ പ്രണയിക്കുന്ന ആളായിട്ട് റംസാനും പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്യാങ് ശബരീഷ് തുടങ്ങിയ ആൾക്കാർ. സോ ആ ഒരു ഗ്യാങ്, അതിൻ്റെ അടിപിടി കാര്യങ്ങൾ, പിന്നെ ആ വീട്ടിൽ ബൈജു ഉണ്ട്. ബൈജുവിൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ശരിക്കും ലോജിക്ക് മാറ്റി വെച്ച് കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഒരുപാട് നമ്മൾ ചില രംഗങ്ങളിലൊക്കെ ഇപ്പം ഞാൻ തമിഴിൽ കാണിച്ചിട്ടുള്ള എന്തേ നടക്കണേ എന്നുള്ള രീതിയിൽ ഇരുന്ന് പോകും. കാരണം അത്തരത്തിലുള്ള ഒരു സിനിമയാണത്. സോ ലോജിക്ക് എന്നുള്ളൊരു സാധനം മാറ്റി വെച്ച് പടക്കളം കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമയൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പടക്കളം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അത്തരം ആളുകൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ അത്തരം ഒരു മൂഡിൽ എല്ലാ ലോജിക്കും മാറ്റി വെച്ച് ചുമ്മാ ഒരു മൈൻഡ്ലെസ് ആയിട്ടൊരു സിനിമ കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ബിബിനാണ് ഇതിൻ്റെ ഡയറക്ടർ. ബിബിൻ്റെ മുന്നത്തെ വർക്ക് എന്ന് പറയുന്നത് 21 grams ആണ്. സോ ആ സിനിമ ഞാൻ കണ്ടിട്ടുള്ളതാണ്. വളരെ രസമുള്ള ഒരു ചെറിയൊരു സംഭവത്തിനെ വെച്ചിട്ടുള്ള ഒരു ത്രില്ലർ പടമാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണ്. ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഇത് എന്താണ്, ഒരു കോമഡിയാണ്. കോമഡി, ഔട്ട് ആൻഡ് ഔട്ട് കോമഡി, പിന്നെ ഒരു ഫൺ റൈഡാണ് ശരിക്കും ത്രൂ ഔട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ലോജിക്ക് മാറ്റി വെച്ച് ഫൺ റൈഡ് ഇങ്ങനെ കണ്ടിരിക്കുക. ഒരു പരിചയമില്ലാത്തൊരു ഫ്ലാറ്റിൽ കയറി താമസിക്കുന്നു, ആ ഫ്ലാറ്റിൽ ഉള്ള മറ്റൊരാളിനെ വേറൊരാൾ കാണുന്നില്ല, അങ്ങനെയൊക്കെ ബോയിങ് സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിലുള്ള ലെവൽ കോമഡീസാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന കോമഡീസ്. സോ അത്തരം കോമഡീസൊക്കെ ഇപ്പോൾ വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവുമായിരിക്കും. എനിക്ക് പേഴ്സണലി അത് ഒരു ലോജിക്കും ഇല്ലാതായിട്ടൊന്നും. പിന്നെ ഒരുപാട് ചളികൾ കാര്യങ്ങൾ, പിന്നെ ഈ സ്ഥിരമായിട്ട് ഈ ക്രിഞ്ച് ഡയലോഗ് അടിക്കുന്ന ഒരു കാർത്തിക് എന്ന് പറഞ്ഞിടത്തുണ്ടല്ലോ, ഈ വൺ ലൈനേഴ്സ് ഒക്കെ പറയുന്ന അവൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് ഒക്കെ വന്നിട്ട് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അത് ഒരു രക്ഷയില്ല, വളരെ ഒരു രക്ഷയില്ല. നോട്ട് എന്ന പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, ഒരു രക്ഷയില്ല കണ്ടിരിക്കാൻ. അത്തരത്തിലുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിലുള്ള ആർക്കും ഒരു ചിരിയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഒന്നും കാണാൻ സാധിച്ചില്ല. ചുമ്മാ ഇങ്ങനെ പോകുന്നു. അവിടെ ഇവിടെ ആയിട്ടൊരു ചെറിയ മാസ് കൊണ്ടുവരാനായിട്ട് ബാബു ആന്റണിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാബു ആന്റണിക്ക് അറിയാമല്ലോ, ഒരു പരിധി വിട്ട് അഭിനയിക്കാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് ആക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലും നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്, ഓറയാണ്. പക്ഷേ എന്താ, ആക്ഷനും കാര്യങ്ങളും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള രംഗം വരുമ്പോഴത്തേക്കും പ്രതിമ പോലെ നിൽക്കാനേ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രധാന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പട്ടാളത്തിൽ മമ്മൂക്കയുടെ നായികയായിട്ട് വരുന്നത്, ഇന്ദ്രജിത്ത് ആദ്യം കല്യാണം കഴിച്ചിട്ട് പിന്നീട് മമ്മൂക്കയിലേക്ക് വരുന്ന ആ നടി ഇതിനകത്തൊരു നല്ല റോള് ചെയ്തിട്ടുണ്ട്. അവരുടെ റോള്, പക്ഷേ ആ റോളിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കും അത് ഭയങ്കര കോമഡി ആയി പോകുന്നുണ്ട്. പിന്നെ സ്ഥിരം എല്ലാ സിനിമയിലും 7th ഡേ മുതൽ ഇയാളെ കാണുന്നതാണ്. പിന്നെ ഒരുപാട് സാഗരയിലേക്കാക്കി അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ കല്ല് പോലെ വന്നിരിക്കുന്ന ഒരു ആളുണ്ട്. നമ്മുടെ നെയ്മറിലൊക്കെ ആ പട്ടിയുടെ വളർത്തിക്കൊണ്ട് പോകുന്ന ഒരാളുണ്ടല്ലോ, തട്ടിക്കൊണ്ട് പോകുന്ന ആൾ. സോ ആ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ആൾ ഇതിനകത്ത് വന്നിട്ട് അതേപോലെ ഇങ്ങനെ വന്നിട്ട് അത് ബലം പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു മണ്ടനായിട്ടുള്ള ഗ്യാങ്സ്റ്റർ. മൊത്തം മണ്ടന്മാരുടെ ലോകമാണ് കേട്ടോ, മണ്ടനായിട്ടുള്ള ടെക്കീസ്. പിന്നെ ഉള്ളൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻഫോ പാർക്കും കാക്കനാടും അതിനടുത്തുള്ള ടീ ഷോപ്സും അവിടെയൊക്കെയാണ്. സോ കണ്ടിരിക്കാം. ഞാനിപ്പോൾ ആ കാക്കനാടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, അതിനടുത്താണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്കതിങ്ങനെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പരിചയമുള്ള സ്ഥലമുള്ളൂ, ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തോ എന്നുള്ള രീതിയിൽ തോന്നുന്ന രീതിയിൽ കണ്ട് അങ്ങനെ ഇരുന്ന് ആസ്വദിക്കാം. പിന്നെ ഇതിൽ ടെക് ലോകത്തിലുള്ള, അതായത് ഈ നമ്മുടെ IT മേഖലയിലുള്ള ജോലിക്കാർ ആരെയും പാര വെച്ച് എങ്ങനെയെങ്കിലും ഇപ്പോൾ കമ്പനി മാറുക അല്ലെങ്കിൽ ഓൺസൈറ്റ് പോവുക,
ആ ഒരു സാധനമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പാരകളും പരിപാടികളും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ടിരിക്കാം, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതും അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും മറ്റേ പ്രിയദർശൻ സിനിമ എൻഡ് ചെയ്യുന്ന പോലെ എൻഡ് ചെയ്യാനായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതങ്ങനെ എങ്ങനെയൊക്കെയോ കൊണ്ട് എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ചുമ്മാ ഇങ്ങനെ കണ്ട് അങ്ങനെ ഇരിക്കാം. ഓക്കെ, അതാ ഒരു സംഭവം നടക്കുന്നു, അതാ കുറേ പേര് തട്ടിക്കൊണ്ടു പോകുന്നു, അതിനിടയിൽ ഭയങ്കര ഗ്യാങ്സ്റ്റർ ലംബോർഗിനിയും ഇതും എല്ലാ പരിപാടികളും കിട്ടില്ല, വണ്ടികൾ കാണാം, പിന്നെ മുഴുവൻ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഉള്ള എഫക്റ്റും ഇത് അങ്ങനെ പറഞ്ഞ് കുറേ പരിപാടികൾ ഇങ്ങനെ കാണിച്ചു പോകുന്നൊരു സിനിമയാണ് സാഹസം. ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്, ഇതിൽ നായകനായിട്ട് ഉള്ള റോൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ റംസാനാണ്. പക്ഷേ റംസാൻ നായകൻ എന്നുള്ള രീതി മാത്രമല്ല, ഒരു രീതിയിലും സ്ക്രീൻ പ്രസൻസ് തരാത്തൊരു നടനാണ്. ഈ റംസാന് പകരം വേറെ ഒരുപാട് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാമായിരുന്നു, ഇൻക്ലൂഡിങ് നസ്ലനോ അല്ലെങ്കിൽ നമ്മുടെ പടക്കളത്തിൽ അഭിനയിച്ച സന്ദീപോ ആരെ വേണോ കാസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് റംസാനെ കാസ്റ്റ് ചെയ്തപ്പോൾ റംസാനെ നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ, നല്ല മെയ് വഴക്കൊണ്ട് നല്ല ഫൈറ്റ് ചെയ്യും. പക്ഷെ അഭിനയം വയസ്സ് എനിക്ക് ഒന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് ഒരു സൈഡിൽ അവിടെ നായിക അഭിനയിച്ച് മരിക്കുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഇങ്ങനെ പ്രതിമ പോലെ, ഞാൻ പറഞ്ഞല്ലോ, ബാബു ആന്റണി ജൂനിയർ ആയിട്ട് ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കാനായിട്ട് കൊള്ളാം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പാട്ടുണ്ട്, ഓണം മൂടെന്ന് പറഞ്ഞിട്ട്. അത് ഒരുപാട് വൈറലായ സാധനമാണ്. അത് ശരിക്കും ഇവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യായിരുന്നു. അതിൻ്റെ ബിഗിനിങ് ഒക്കെ ആ ബീറ്റൊക്കെ ചിങ് വരുന്ന സാധനമൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് പ്രധാന സാധനം എത്തിയപ്പോഴത്തേക്ക് അത് യൂസ് ചെയ്ത് പാളിപ്പോയി. ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ അതിങ്ങനെ കടന്നുപോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കണ്ട് ഇങ്ങനെ മറക്കാവുന്ന ഒരു സിനിമയാണിത്. ഇതിന് റേറ്റിംഗ് കൊടുക്കാനാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആണ്. 5 ശരിക്കും ആവറേജ് ആയിട്ടുള്ളൊരു സിനിമ. ഒരുപാട് തമാശകളും ഒരുപാട് ചളികളും പിന്നെ ലോജിക്ക് ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങളും ആക്ഷൻ ഒരുപാട് രംഗങ്ങളും നല്ല രീതിയിൽ ആക്ഷനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഷൂട്ട് ഔട്ടും പരിപാടികളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തഗ് ലൈഫ് തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ലെവലിൽ ആക്ഷനും പരിപാടികളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഷൂട്ട് ഔട്ട് രംഗങ്ങളൊക്കെ അത്തരത്തിൽ ആക്ഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും മിസ് BJ സൈനിങ് ഓഫ്. ബൈ.